നമസ്കാരം, മുൻഷി രഞ്ജിത്താണ്. നമ്മളൊരു ദുരൂഹമായ സ്ഥലത്തേക്കാണ് ഈ പോകുന്നത്. വളരെ പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ ഉള്ള ഒരു സ്ഥലം, കൂവക്കുടി പാലം. മുണ്ടേലയ്ക്കടുത്ത് കൂവക്കുടി പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമായിരുന്നു. ഒരുപാട് പേര് മരിക്കാൻ വേണ്ടി വെള്ളത്തിൽ ചാടി മരിക്കാൻ തയ്യാറായിട്ടുള്ളവർ, പിന്നെ കൊണ്ടിട്ടിട്ടുള്ളവർ, അങ്ങനെ ഒരുപാട് പേര് മരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. പേടിക്കാതെ കൂടെ വരിക, നമുക്ക് ആ സ്ഥലം കൊണ്ട് നോക്കാം. കൂവക്കുടി പഴയ പാലം, പുതിയ പാലം വേറെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് പിന്നെ കാണാം. ഇതാണ് കൂവക്കുടി പഴയ പാലം. കല്ലുകളൊക്കെ ചെറുതായിട്ടൊക്കെ ഇളകി വരുന്നുണ്ട്. കല്ല് കെട്ടൊക്കെ സ്ട്രോങ് ആണെന്ന് പറയുന്നു. ഇതാണ് പേടിപ്പെടുത്തുന്ന പഴയ പുഴയും കാട് പോലെയൊക്കെ വളർന്നു കിടക്കുന്നു. അത് പുതിയ പാലം. രണ്ടളിയന്മാരപ്പുറത്ത് നിൽപ്പുണ്ട്. ചോദിച്ചാൽ വല്ലതും പറയുമോ എന്തോ. കുളിക്കാൻ പോവുക. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ഹരികുമാർ. ഹരികുമാർ. നമ്മുടെ ഈ കൂവക്കുടി പാലം, പഴയ പാലത്തെക്കുറിച്ച് പറയുമ്പോഴത്തേനും, പഴയ പാലം ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പാലം. അദ്ദേഹത്തെ പുനലൂർ തൂക്കുപാലം തുടങ്ങി കുറേ പാലങ്ങൾ ബ്രിട്ടീഷുകാർ പണിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാങ്ങോട് ഒരു പാലമുണ്ട്. അപ്പോൾ ഈ പാലത്തിൻ്റെ ഒരു പ്രത്യേകതകളെ കുറിച്ചും അതിനെ എന്തെങ്കിലും അറിയാവുന്നത് പറയാമോ? അതെ, ഇത് മുമ്പ് കമ്പനി മുക്കിൽ EM എടുക്കാൻ വേണ്ടിയിട്ട്. കമ്പനി മുക്കെന്ന് പറയുന്നത് എവിടെ? വെള്ളനാട് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ പാലം ബ്രിട്ടീഷുകാർ നിർമ്മിച്ചെന്നുള്ളതാണ് എൻ്റെ അറിവ്. പറയപ്പെടുന്നത് EM. പാലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആമയുടെ ആകൃതിയിലാണ് 3 തൂണ് നിർത്തിയിരിക്കുന്നത്. ഞങ്ങളതിനെ ആമക്കല്ലെന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. ആർച്ചായതുകൊണ്ട് ഒരിക്കലും വെയിറ്റ് അതിൻ്റെ പുറത്ത് എത്ര കയറിയാലും പോകില്ല. ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയത്. അടുത്ത കാലത്ത് മണലൂറ്റൊക്കെ വന്നപ്പം അതിൻ്റെ അടിയിലൊക്കെ ആൾക്കാർ മണൽ അടിഭാഗം കുറച്ച് ബലക്ഷയം ഉണ്ടായി കാണും. ഉണ്ടായതുകൊണ്ടാണ് പുതിയ പാലം. അല്ലെങ്കിലും പാലത്തിന് വീതി കുറവായതുകൊണ്ട്. വീതി കുറവായതുകൊണ്ടും കൂടെയാണ് ഇപ്പൊ പുതിയ പാലം വന്നു. എങ്കിലും കൂവക്കുടി പാലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പഴയ പാലമാണോ? അതെ, പഴയ പാലമാണ്. എല്ലാവരും പേടി സ്വപ്നമായിരുന്നു നേരത്തെ. ഇവിടെ അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട്. അതായത് ആൾക്കാർ മരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു പാലമാണ്. ആത്മഹത്യാ മുനമ്പായിരുന്നു. ശരി. അത് ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ ഒത്തിരി പേര് വന്ന് ചാടി ജീവിതം മടുത്തു കഴിഞ്ഞാൽ കൂവക്കുടി പാലത്തിലോട്ട് പോവാ, ചാടി വീഴുക. ഒരുപാട് പേരുണ്ടായിരുന്നു. ശരി. ഇപ്പൊ ചാടിയാൽ ആൾ അങ്ങനെ പെട്ടെന്ന് വീട് ചാവത്തില്ല. അതിനു മുമ്പ് ആളുകൾ രക്ഷപ്പെടുത്തും. എങ്ങനെ? അല്ല, ഈ നാട്ടിൽ കൃഷി ഗ്രാമോ, കർഷക ഗ്രാമോ അല്ലേ? അപ്പൊ ഇവിടെ സാമ്പത്തിക ബാധ്യതകളൊക്കെ വരുമ്പോഴത്തേക്ക് ആളുകൾ അവിടെ പോവുക, പെട്ടെന്ന് ബാധ്യതയിൽ നിന്നും ഒഴിവാകുക എന്നുള്ള രീതിയായിരുന്നു. കേട്ടിലാണ് ഇനി പഠിക്കാനുള്ളത്. അല്ല, അവർക്ക് ഇതുപോലെ ഒരു പാലം അവിടെ കാണത്തില്ല. ഒരു സൗകര്യം വേണ്ടേ? അല്ല, ഇപ്പൊ പക്ഷെ ആളുകൾ കുറച്ചുകൂടെ ബോധവാന്മാരായി. ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കേണ്ടതല്ല എന്നുള്ളൊരു ധാരണ വന്നതുകൂടെ കൊണ്ട് ആളവ് പറഞ്ഞു. അത് മാത്രമല്ല, പണ്ട് എല്ലാവർക്കും ഈ റോഡ് വഴി ഇതുവരെ വന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകാൻ ഒരു പേടിയുണ്ടായിരുന്നു. 7 മണി കഴിഞ്ഞാൽ പേടിയായിരുന്നു. എൻ്റെ അച്ഛൻ, എൻ്റെ കുടുംബം ഇവിടെ ആയിരുന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് അച്ഛനെ വിളിച്ചോണ്ട് ആൾക്കാർ പോയിട്ടുള്ളത് ആക്കാൻ വേണ്ടി. പേടി. ധൈര്യശാലിയായിരുന്നു. അച്ഛനെ ഭൂതപ്രേത പിശാചുകളൊന്നും ഏക്കത്തില്ല. അല്ലല്ല, പേടിയില്ലാത്ത ആളായിരുന്നു. അങ്ങനെ പിന്നെ പണ്ടത്തെ ഐതിഹ്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരിക്കുമല്ലോ. എന്തെങ്കിലും ഒന്ന് പറയാം കേട്ടോ, കൗതുകമുള്ളതല്ലാണ്. പറഞ്ഞാൽ നെടുമങ്ങാടുന്നേ പണ്ട് ഈ കാളയം വണ്ടിയാണല്ലോ. ഈ കൊണ്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നെടുമങ്ങാട് ചന്തയിൽ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് പോകുമ്പോൾ കാളയം വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ഈ പാലത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ ആരും എടുത്ത് കുറുകെ ചാടിയോ എന്തോ കണ്ട് പേടിച്ചതെന്താണെന്ന് അറിയില്ല. ഇയാള് അതിനകത്തിരുന്നിട്ട് മരിച്ചു എന്നാണ് പറയുന്നത്. കാള പഴയ സ്ഥലത്തിന് അങ്ങ് കൊണ്ടുപോയി. വണ്ടി ഓടിച്ചാൽ പോയി, അവിടെ എത്തിച്ചു. പിന്നീടാണ് അറിയുന്നത്
അങ്ങനെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. ആള് മരിച്ചിരിക്കുകയാണെന്ന് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്. പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ സീരിയൽ എടുക്കാൻ വേണ്ടി ഇവിടെ ഒത്തിരി പേര് വരുമായിരുന്നു. അപ്പോൾ ഈ സീരിയൽ എടുക്കുന്നതിൻ്റെ ഒരു 2 ആഴ്ച മുമ്പ് കണ്ട അനാഥപ്രായത്തിനെ പണ്ട് ഇവിടെ ഇടുന്ന സ്ഥലമുണ്ട്. ഇങ്ങനെ മൺകൂനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സീരിയൽ നടിയായിട്ട് പുറത്ത് കയറിയിരിക്കുന്നു. നമ്മളെ കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആരും പറഞ്ഞു ഇത് ഇങ്ങനെയാണ്. പക്ഷെ അവരത് വിശ്വസിക്കുന്നില്ല. നമ്മൾ പറഞ്ഞിട്ട് അവർ വിശ്വാസം വരുന്നില്ല. അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങളുണ്ട്. പിന്നെ ഒരു ദിവസം ഇന്ന് ഒരു പെൺകുട്ടി ചാടി മരിക്കുന്നു. അതിനെടുത്ത് കരയിലിട്ട് പിറ്റേന്ന് മെഡിക്കൽ കോളേജിലാണ് നേരെ കൊണ്ടുപോകുന്നത്. പിറ്റേന്ന് അതേ സ്ഥാനത്ത് അതിന് തൊട്ടപ്പുറമായിട്ട് ഒരാൾ കൂടെ മരിച്ചു കിടക്കുകയാണ്. പക്ഷെ ആരുടെയും പറഞ്ഞിട്ട് വിശ്വസിക്കില്ല. ഏപ്രിൽ 1-നായിരുന്നു സംഭവം. ഏപ്രിൽ 1 ആയതുകൊണ്ട് ആരും വിശ്വസിക്കില്ല. അതിന് പോലീസ് സ്റ്റേഷനിൽ പിടിച്ച അവർ 10-11 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വന്നത്. ആരനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ആൾ വന്നത്. ആ ആള് നമ്മുടെ അടുത്ത് ഞങ്ങൾ എന്നും അങ്ങോട്ടാണ് കളിക്കാൻ പോകുന്നത്. പക്ഷേ അന്നത്തെ ദിവസം അവൻ പേടിയാണ്ട് നമ്മളും തിരിച്ചിങ്ങോട്ടാണ് പോകുന്നത്. പോയിട്ട് നമ്മളെ ഇങ്ങോട്ട് വരുന്ന ഈ ചാടിയ പുള്ളികൾ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് ഇനി വെള്ളനാടിന് എത്ര ദൂരമുണ്ട്. പക്ഷെ ആ പുള്ളിയായിരുന്നു അവർക്ക് വരുന്നത് ചാടി. ചിലതൊക്കെ ഭാവനയാവാം, ചിലതൊക്കെ സത്യമാവാം, ചിലത് രണ്ടും കൂടെ മിക്സ് ആവാം. എന്തായാലും കഥകൾ ഒരുപാടുണ്ട്. ഇത് കഥയല്ല, ഇത് സംഭവമാണ്. ഇതൊന്നും കഥയല്ല. എനിക്കൊരു 10-20 വയസ്സ് ഉള്ളപ്പോൾ സംഭവിച്ച കാര്യമാണ്. കഥ പറയേണ്ട ഒരു കാര്യം ഇതൊക്കെ നമ്മളെ അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒത്തിരി കഥകളുണ്ട് ഇതിനകത്ത്. അത് പണ്ടത്തെ ആദ്യം പറഞ്ഞത് അച്ഛൻ പറഞ്ഞ അങ്ങനെയുള്ള ഇത് നമുക്ക് നേരിട്ട് അറിയാവുന്ന കഥ. ഏപ്രിൽ ഫൂൾ കഥ, ഏപ്രിൽ ഫൂൾ സംഭവം. അതിനുശേഷം ഞങ്ങളൊക്കെ ആറ്റിലാണ് കുളിക്കുന്നത്. എല്ലാവർക്കും ഒരേ കുളിക്കടവുണ്ട്. ഞാൻ ആ പാലത്തിൻ്റെ സൈഡിൽ നിങ്ങൾ നോക്കി കാണാം. അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ ഒരു ഷേപ്പുണ്ട്. അവിടെ അതുവഴി അവിടെ ഒരു പറങ്കിമാവുണ്ട്. അതിൻ്റെ മുന്നിലാണ് ഞങ്ങൾ. നല്ല വെള്ളമുണ്ട് അവിടെ. ഞാനും ഭാര്യയും കൂടെ അവിടെ പോയി കുളിച്ചുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി പോകുന്ന ഒരു 5 മണിക്കാണ് ഞങ്ങൾ. തിരിച്ച് ഒരു 5:30 ആയപ്പോൾ തിരിച്ച് കയറി വന്നപ്പോൾ ബുക്കും വെള്ളനാട് പഠിക്കുന്ന ഒരു കുട്ടി വന്ന് ബുക്കും ബാഗും എല്ലാം അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ആൾ ചാടിയെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ വിശ്വസിച്ചില്ല. ഞങ്ങൾ തൊട്ടപ്പുറത്ത് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് വന്നതിന് ശേഷം പിന്നെ ആളും പോലീസെ കൂടി മനസ്സിലായ ആളുള്ളതാണ്. പിറ്റേന്ന് രാവിലെ കിട്ടി, ബോഡി കിട്ടി. കഥകളൊക്കെ ഒത്തിരി ഉണ്ട്. ഈ കൂവക്കുടി എന്ന് പറഞ്ഞാൽ എന്താണ്? കൂവക്കുടി എന്ന് പേര് വരാൻ കാരണം? അങ്ങനത്തെ പേര് വരാൻ കാരണമൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഈ കൂവക്കുടി പാലം എന്ന് പേര് കേട്ടതാണ്, പ്രശസ്തമാണ്. വയനാട് സ്റ്റേഷനിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പേര് എഴുതപ്പെട്ടിട്ടുള്ളത് കൂവക്കുടി പാലമാണ്. പൊടിക്കാൻ വന്നാണോ? എന്ത് പൊടിക്കും? പൊടിച്ചാണ് ഉപയോഗിക്കുന്നത്. പാക്കറ്റ് കിട്ടുന്നത് മാറ്റി ഉപയോഗിക്കത്തില്ല. അതെന്താ, അത് കൊള്ളാത്തതുകൊണ്ടാണ്? അല്ല, ഇവർ പൊടിച്ചു വെക്കുന്നത്. നമ്മൾ കൊണ്ട് കൊടുത്താൽ പൊടിച്ചും തരും. ആരോഗ്യം ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. പേരെന്തായിരുന്നു? ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ് മുളകൊക്കെ പൊടിച്ചാണ് ഉപയോഗിക്കുന്നത് അല്ലേ? മുളക് കഴുകി ഉണക്കി നമ്മളിവിടെ കഴുകി ഉണക്കി പൊടിച്ച തന്നെ ഇതല്ലേ അല്ലേ? അപ്പോൾ ഈ കാര്യം കൂടെ ഞങ്ങളുടെ അടുത്തൊന്ന് പറയാം. ഇതെന്താ? പത്മ ഓയിൽ ആൻഡ് ഫ്ലവർ മിൽ അല്ലേ? ഇത് കൂവക്കുടി പാലത്തിനെ കുറിച്ച് നമ്മൾ കുറേ കഥ കേട്ടു. കൂവക്കുടി പാലത്തിനെ കുറിച്ച് പണ്ടൊക്കത്തെ കാര്യങ്ങൾ. ഇപ്പോൾ പക്ഷേ നിലവിലൊരു സംഭവമുണ്ട്. കൂവക്കുടി പാലത്തിന് സമയം പത്മ ഓയിൽ ആൻഡ് ഫ്ലവർ മില്ലുണ്ട്. മിസ്റ്റർ ഹരികുമാർ അദ്ദേഹം അത് നടത്തുന്നത്. ഇവിടെ ദാ കഴുകി ഉണക്കി പൊടിച്ച് മുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെന്ത് പൊടി, രാഗിയും ചോളവും എല്ലാം അത്യാവശ്യം. ഇതെല്ലാം ഇത് ഇവിടെ തന്നെയല്ലേ? പക്ഷേ അടിയിലിരിക്കുന്ന സാധനങ്ങൾ വേറെയാണ്. അത് ഇടയ്ക്ക് പറ്റിക്കാൻ വേണ്ടി വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് അങ്ങനെയുള്ളതൊക്കെ ചില ആവശ്യം വരും. നമ്മൾ എത്ര നല്ല ബ്രാൻഡ് കൊടുത്താലും അതങ്ങനെ തന്നെ. നമ്മൾ നല്ലത് കൊടുത്താൽ ആളുകൾക്ക് വേണ്ട. കൈപ്പനികൾ വേറെ ഉണ്ട്. കിണറിന് അതൊന്നും കിണറിനെ ഒരു കമണ്ടൽ പോലെ അല്ലെങ്കിൽ എന്താണ് ഒരു ബാസ്ക്കറ്റ് പോലെയൊക്കെ ആക്കി കൈ എടുക്കുന്ന ഒരു പരിപാടികളൊക്കെ അദ്ദേഹത്തിൻ്റെ ചില ക്രിയകളാണ്. വേറെ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ചെയ്തു കൊടുക്കുമോ? അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെന്തായാലും കൂവക്കുടി വന്നത് വെറുതെ ആയില്ല. കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ അറിയാൻ കഴിഞ്ഞു. മുണ്ടയിലൊക്കെ ആയിട്ട് വല്ല ബന്ധമുണ്ടോ? വല്ല കഥകളും പറയാനുണ്ടോ? മുണ്ടയിലെ കഥകളെന്ന് പേര് കിട്ടിയത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളെ മണ്ടേലെ ഓർമ്മിക്കും പെട്ടെന്ന്. മുണ്ടേലെ നെൽസൺ മുണ്ടേലെ കേൾക്കുമ്പോൾ നമുക്ക് നെൽസൺ മണ്ടേലെ ഓർമ്മ വരും. പക്ഷേ ഇവിടെ ഉള്ളവർ കുറെ ഏലകളാണ് ഓർമ്മ വരുന്നതെന്നാണ് പറഞ്ഞത്. സിറ്റി ബസ്സൊക്കെ ആദ്യമൊക്കെ വന്ന സ്ഥലമാണ്. വെള്ളനാട് വരുന്നതിന് മുമ്പ് സിറ്റി ബസ് വന്ന സ്ഥലമാണ് ഈ മുണ്ടേലെന്ന് പറഞ്ഞത്. അങ്ങനെയാണ്. അപ്പോൾ ഞാനന്ന് സിറ്റി ബസ്സിൽ കൺസെഷനൊക്കെ എടുത്ത് പോയപ്പോൾ ഒരാൾ എൻ്റെ അടുത്തിരുന്ന് ചോദിച്ചു,
ഈ സ്ഥലത്ത് ആൾക്കാരൊക്കെ ഉണ്ടോ? പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇരിക്കും, സിറ്റിയാണോ അല്ലെങ്കിൽ കടകളൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. പിന്നെ ആ പുള്ളിയെ പറഞ്ഞത് പെട്ടെന്ന് ഓർമ്മ ഒറ്റ നെൽസൺ മണ്ടേലെ ഓർമ്മിച്ചാൽ മതി. അതെ അതെ, മണ്ടേലെ. അപ്പോൾ ഓക്കെ ചേട്ടാ, സന്തോഷം, നന്നായിരിക്കട്ടെ. അപ്പം ഞങ്ങൾ വന്നതല്ലേ, ഞാൻ ഒരു നാരങ്ങ കുടിക്കാം അല്ലേ, ദാഹം. അപ്പോൾ നമ്മൾ നാടൻ ഭാഷ പറഞ്ഞ ബോഞ്ചി വെള്ളം അല്ലേ, ഇവിടെ വന്നൊരു ബോഞ്ചി വെള്ളം കുടിച്ചിട്ട് നമുക്ക് കൂവക്കുടി പാലത്തിൻ്റെ കുറേ കഥകളെന്ന് പറയാൻ പറ്റത്തില്ല, കുറേ സംഭവങ്ങൾ നമ്മൾ കേട്ടു. ഹരികുമാർ, നിർമ്മല ഇവർ രണ്ടുപേരും നമുക്ക് നാട്ടുകാരാണ്, രണ്ടുപേരും കഥകളും പറഞ്ഞു തന്നു. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുന്നതിനിടയിൽ അല്പം ബോഞ്ചി വെള്ളം. ബാൻ ചെയ്ത് കട്ട് ചെയ്യാതെ തന്നെ പുതിയ പാലത്തിലും കൂടെ തട്ടും. പഴയ പാലത്ത് നിന്ന് പുതിയ പാലത്തിലേക്ക്. അങ്ങനെ കൂവക്കുടി പഴയ പാലത്തു നിന്ന് പുതിയ പാലത്തിലേക്ക് നമ്മളെത്തി. പഴയ പാലത്തിൻ്റെ കഥകളെല്ലാം കേട്ടല്ലോ. ഇനി പേടിക്കാനൊന്നുമില്ല, ഇനി പുതിയ പാലത്തിലൂടെ സുഖമായിട്ട് യാത്ര ചെയ്യാം. കാലം മാറി. അപ്പോൾ ഇതുപോലുള്ള ചില അത്ഭുതപ്പെടുത്തുന്ന കൗതുകമുണർത്തുന്ന കഥകൾ ഇനിയും നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുണ്ട്. നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാണുന്ന നിങ്ങളിത് മറ്റുള്ളവരിലേക്കും കൂടെ എത്തിച്ചാലേ നമുക്ക് കൂടുതൽ പേരിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹായിക്കണം പ്ലീസ്. നമുക്ക് നാളെ കാണാം.